നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 കുറിച്ചാണ്. ഇത് പഴയ പേര് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട സെക്ഷനുകളുണ്ട്. അതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. CRPC സെക്ഷൻ 41D ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. CRPC സെക്ഷൻ 41D അറിയപ്പെടുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 38ാമത്തെ സെക്ഷനായിട്ടാണ് പഴയ CRPC സെക്ഷൻ 41D അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു സെക്ഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇൻ്ററോഗേഷൻ. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ചോയ്സ് അവിടെ പറയുന്നു. എന്താണ്? ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റിനെ കാണുവാനായിട്ട് എപ്പോൾ? ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇൻ്ററോഗേഷൻ, അതായത് ചോദ്യം ചെയ്യുന്ന സമയം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുൻപായിട്ട് ഒരു നല്ലൊരു അഡ്വക്കേറ്റിനെ ബന്ധപ്പെടുവാനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് CRPC സെക്ഷൻ 41D അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 38 എന്ന് പറയുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അഭിഭാഷകനെ കാണാനായിട്ടുള്ള അവകാശം ആൾക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ നോക്കിയാലോ, CRPC 43 ആണ്. CRPC 43 ഭാരതീയ ന്യായ സംഹിതയല്ല, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 40 പ്രകാരം, അതായത് CRPC സെക്ഷൻ 43 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 40 പ്രകാരം എന്താ സംഭവിക്കുക? അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്, അതായത് പോലീസ് അധികാരിക്കോ അതല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിക്കോ മാത്രമാണ് സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണ പൗരനും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാറന്റ് ഇഷ്യൂ ചെയ്യാതെ അറസ്റ്റ് ചെയ്യുവാൻ പര്യാപ്തമായ കുറ്റത്തിനെയാണ് നമ്മൾ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്ത ഒരു വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുന്ന വ്യക്തിക്കോ അല്ലാതെ ഒരു സാധാരണ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യുവാനായിട്ട് അനുമതി സാധിക്കുന്ന വകുപ്പാണ് CRPC സെക്ഷൻ 43 അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 40 എന്ന് പറയുന്നത്. ഇതാണ് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ ചെയ്താലുള്ള നടപടിക്രമത്തെക്കുറിച്ചും പറയുന്നത്. അതായത് സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ, അറസ്റ്റ് ചെയ്യുവാനും അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെ സ്വകാര്യ വ്യക്തി ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 6 മണിക്കൂറാണ് പരമാവധി അനുവദിക്കുന്ന സമയം. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയം തൊട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഹാജരാക്കുന്നത് വരെയുള്ള ഒരു സമയം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ സ്വകാര്യ വ്യക്തിയുടെ അറസ്റ്റ് റിയൽ ആയിട്ടുള്ള അറസ്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ ഈ കേസും മറ്റു കാര്യങ്ങളും വകുപ്പും തിരിച്ചറിഞ്ഞിട്ട് പോലീസ് എന്ത് ചെയ്യണം? വീണ്ടും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തണം. ഈ വകുപ്പാണ് CRPC സെക്ഷൻ 43 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 40 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് CRPC സെക്ഷൻ 44 എന്താണെന്ന് നോക്കാം, അല്ലെ? CRPC സെക്ഷൻ 44 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 41 എന്താണെന്ന് നോക്കാം. CRPC സെക്ഷൻ 44 അതല്ല എന്നുണ്ടെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 41 എന്താണ് എന്ന് നമുക്ക് നോക്കാം. അത് പറയുന്ന ഇത്രയേ ഉള്ളൂ. അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്, അതായത് മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, ഒരു മജിസ്ട്രേറ്റിനെ ആ മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്ന സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ സ്വമേധയാ അറസ്റ്റ് ചെയ്യുവാനോ അതല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനായിട്ട് മറ്റൊരു വ്യക്തിയോട് നിർദ്ദേശിക്കുവാനോ അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് CRPC സെക്ഷൻ 44 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 41 എന്ന് പറയുന്നത്. ഇനി CRPC സെക്ഷൻ 46 കുറിച്ച് നോക്കിയാലോ. CRPC സെക്ഷൻ 46 എന്ന് പറയുമ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 43 ആണ് പറയുന്നത്, അല്ലേ? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ 146 അല്ല, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ 46ാമത്തെ സെക്ഷനിൽ പറയുന്ന എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 43 ആണ്. എന്താ പറയുന്നത്? അറസ്റ്റ് ഹൗ മെയ്ഡ്, ഒരു അറസ്റ്റ് എപ്രകാരമാണ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അറസ്റ്റ് എപ്രകാരമാണ് ചെയ്യപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്, അല്ലേ? എന്താണ്?
കസ്റ്റഡിക്ക് വിധേയനാകുന്നില്ല എങ്കിൽ, അല്ലെ, ആ ഒരു വ്യക്തി കസ്റ്റഡിക്ക് വിധേയനാകുന്നില്ല എങ്കിൽ ശരീരത്തിൽ സ്പർശിക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യുവാനായിട്ട് ചെല്ലുമ്പോൾ ആ വ്യക്തി അതിന് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, കസ്റ്റഡിക്ക് വിധേയനാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ശരീരത്തിൽ സ്പർശിക്കുകയോ ആ വ്യക്തിയെ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുവാനായിട്ട് പോലീസിന് അധികാരമുണ്ട് എന്നാണ് പ്രതിപാദിക്കുന്നത്. പിന്നെയോ ഒരു സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിൽ, അതായത് ഒരു സ്ത്രീയെയാണ് ഇപ്രകാരം അറസ്റ്റ് ചെയ്യുവാനായിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അറസ്റ്റിനോട് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുവാൻ പാടില്ല. എന്നാൽ വനിതാ പോലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ സ്പർശിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെയും ഈ അറസ്റ്റിന് ചെല്ലുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് ഏത് മാർഗ്ഗത്തിലൂടെ വേണമെന്നുണ്ടെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് പോലീസിന് തിരിച്ചും ബലം പ്രയോഗിക്കാം. മർദ്ദനമുറകളൊക്കെ നടത്തപ്പെടുന്ന സാധാരണ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലായിരിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇനിയോ എങ്ങനെയാണെങ്കിലും പോലീസിന് ബലം പ്രയോഗിക്കാം അറസ്റ്റിന് സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ. എന്നാൽ മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള ബലപ്രയോഗം പോലീസ് നടത്താനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. മരണം സംഭവിക്കാൻ പര്യാപ്തമാകുന്ന ബലപ്രയോഗമൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ അത് വധശിക്ഷയോ ജീവപര്യന്തമോ അർഹിക്കുന്ന ഏതെങ്കിലും കുറ്റം ചെയ്തൊരു വ്യക്തിയാണ് ഇത്തരത്തിൽ അറസ്റ്റിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മാരകായുധങ്ങളൊക്കെ ആയിട്ട് ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അയാളുടെ മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള ബലപ്രയോഗം പോലീസ് നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയോ സൂര്യോദയവും സൂര്യാസ്തമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കാര്യങ്ങളുണ്ട്. അതായത് സൂര്യോദയം, സൂര്യാസ്തമയം, സൂര്യോദയത്തിന് മുൻപോ സൂര്യാസ്തമയത്തിന് ശേഷമോ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് പാടില്ല എന്നാണ് നിഷ്കർഷിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതി നിർബന്ധമായും കൂടിയേ തീരുകയുള്ളൂ. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ കൈവിലങ്ങ് വയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, അല്ലെ, കൈവിലങ്ങ് വയ്ക്കുന്ന ഒരു പ്രവണതയും പ്രക്രിയയുമുണ്ട്. അതിനെക്കുറിച്ചാണ് എന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൈവിലങ്ങിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ആളൊരു സ്ഥിരം കുറ്റവാളി ആയിരിക്കണം എന്ന് പറയുന്നത്. കൈവിലങ്ങിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? സ്ഥിരം കുറ്റവാളി ആയിരിക്കണം, അല്ല, സ്ഥിരം കുറ്റവാളി ആണെന്നുണ്ടെങ്കിൽ കൈവിലങ്ങ് വയ്ക്കാം. പിന്നെയോ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കൈവിലങ്ങ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ആസൂത്രിതമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലോ, ആസൂത്രിതമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെയും കൈവിലങ്ങ് ഉപയോഗിക്കാവുന്നതാണ്, അല്ലേ. ഇനിയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെയും നമുക്ക് കൈവിലങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയോ മയക്കുമരുന്നുമായി ബന്ധമുള്ള കുറ്റം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെയും കൈവിലങ്ങ് വയ്ക്കാവുന്നതാണ്. അനധികൃതമായിട്ട് ആയുധം കൈവശം വയ്ക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെയും കൈവിലങ്ങ് അണിയിക്കാവുന്നതാണ്. കൊലപാതകം, ബലാത്സംഗം, ആസിഡ് ആക്രമണം മുതലായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അത് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരെയും കൈവിലങ്ങ് വയ്ക്കാൻ സാധിക്കുന്നതാണ്. കള്ളനോട്ട് അച്ചടിയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെങ്കിൽ അവരും കൈവിലങ്ങ് വയ്ക്കുവാനായിട്ട് യോഗ്യതയുള്ള ആൾക്കാരാണ്. ഇനി മനുഷ്യക്കടത്ത് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലോ അവരെയും കൈവിലങ്ങ് വയ്ക്കാം. കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കൈവിലങ്ങ് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് രാജ്യദ്രോഹം മുതലായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയും അറസ്റ്റിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈവിലങ്ങുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അതല്ല എന്നുണ്ടെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന CRPC 1973 അനുസരിച്ചുള്ള ചില വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.